നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ക്ലാസിക് പോരാട്ടങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇനി സെമി ഫൈനൽ പോരാട്ടങ്ങൾ. സെമി ഫൈനൽ എന്ന് നടക്കും, ആരൊക്കെയാണ് എതിരാളികൾ, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതാ ഈ മാസം അവസാനം തന്നെ സെമി ഫൈനൽ എത്തുകയാണ്. ഏപ്രിൽ 30-നും മെയ് 1-നുമായിട്ടാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ആദ്യ സെമി ഫൈനൽ, അതായത് ആദ്യ ലെഗിലെ ആദ്യ മത്സരം ബയേൺ മ്യൂണിക്കും റയൽ മാഡ്രിഡും തമ്മിലാണ്. അലിയൻസ് അരീനയിൽ വെച്ചിട്ടായിരിക്കും ആ കളി. ഒരു കിടിലൻ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. മറക്കണ്ട, ഏപ്രിൽ 30-നാണ് ആ മത്സരം. എന്ന് പറയുമ്പോൾ നമുക്കത് ഇന്ത്യൻ സമയം പുലർച്ചെ മെയ് 1-ന് 12:30-നായിരിക്കും. ദെൻ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടും PSG-യും തമ്മിലുള്ള പോരാട്ടം. ഏതായാലും PSG തവണ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. മെയ് 1-നാണ് അവരുടെ കളി വരുന്നത്. രണ്ടാം പാദ മത്സരത്തിൽ മെയ് 7-ന് PSG-യും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിൽ PSG-യുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുമ്പോൾ 8-ാം തീയതി റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും തമ്മിലുള്ള പോരാട്ടം റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് വെച്ച് നടക്കും. ചുരുക്കത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഇതാ സൂപ്പർ പോരാട്ടങ്ങൾ എത്തുന്നു. ഏതായാലും ബാഴ്സലോണയെ അഗ്രിഗേറ്റ് 4-6 തോൽപ്പിച്ചുകൊണ്ടാണ് PSG സെമി ഫൈനലിൽ കടന്നതെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അഗ്രിഗേറ്റ് 5-4 തോൽപ്പിച്ചുകൊണ്ടാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് സെമി ഫൈനലിലേക്ക് കടന്നത്. ബയേൺ ആഴ്സണലിനെ അഗ്രിഗേറ്റ് 3-2 തോൽപ്പിച്ചപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം തീരുമാനമായത്. 4-4 അഗ്രിഗേറ്റ് സമനില, പിന്നെ 4-3 പെനാൽറ്റിയിൽ വിജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ റയൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ചാമ്പ്യൻസ് ലീഗ് അതിൻ്റെ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് കടക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.